പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പുതിയ ഒരു വർഷം, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒന്നും ക്യാരി ചെയ്തുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കയറരുതേ. വളരെ സ്പിരിറ്റ് ഫിൽഡ് ജേണിയാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയണം. ആഫ്റ്റർ ദാറ്റ് ബ്രീത്ത് ആൻഡ് റീകണക്ട് വിത്ത് ഗോഡ്. ചിലതൊക്കെ ഒന്ന് റീഡിസ്കവർ ചെയ്ത്, പ്രത്യാശ ഒന്ന് റീഡിസ്കവർ ചെയ്ത്, നമ്മുടെ ശക്തി ഒന്ന് റീബിൽഡ് ചെയ്ത്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ ഉദ്ദേശത്തോട് നമ്മുടെ ഹൃദയവും കൂടെ ഒന്ന് അലൈൻ ചെയ്യാൻ പ്രിയ ദൈവപൈതലേ ഒന്ന് ശ്രമിച്ചാട്ടെ. ഇന്ന് നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 43:19 വാക്യം. ഐസയ 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഒരു ഫ്രഷ് ഗ്രേസിലേക്കാണ് നാം എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന്, ഒരു പുതിയ വിഷനിലേക്കാണ്. അതുകൊണ്ട് ദൈവവുമായിട്ട് ഒന്നുകൂടെ ആഴത്തിലുള്ള ഒരു എൻകൗണ്ടർ നമുക്കുണ്ടാകണ്ടേ. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിക്കുന്നത് എത്ര സന്തോഷമാണ് അല്ലേ? ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ ഒന്ന് ഷേപ്പ് ചെയ്യണം അല്ലേ? ഈ വർഷം അവൻ നമ്മെ ഒന്ന് ഷേപ്പ് ചെയ്യട്ടെ. ഞാൻ പറയും, ഫ്രം ദ ഇൻസൈഡ് ഔട്ട്. എക്സൈറ്റഡ് ആണോ? ഹോപ്പ്ഫുള്ളായിട്ടാണോ ഇരിക്കുന്നത്? അതുകൊണ്ട് ഈ ഒരു വർഷം എല്ലാ കാര്യത്തിലും ദൈവം നമുക്കൊരു ക്ലാരിറ്റി തരട്ടെ. കഴിഞ്ഞ വർഷം ഒത്തിരി ഭാരം ചുമന്നതാണ്. ദൈവം നമ്മുടെ പ്രാണനെ ഒന്ന് ഡീറ്റോക്സ് ചെയ്യട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ തന്നെ ഒന്ന് കേന്ദ്രീകരിക്കാമേ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനുള്ള ആ വിഷൻ ആഴത്തിലൊന്ന് മനസ്സിലാക്കി എടുക്കാമേ. അതുകൊണ്ട് ആത്മീയ ശക്തി, ദൈവ ഉദ്ദേശം, ദൈവം തരുന്ന സമാധാനം എല്ലാം ധാരാളമായിട്ട് അനുഭവിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനകത്ത് നിലനിൽപ്പാൻ, പുതുക്കത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം, നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം പുതിയത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് മനസ്സിലാക്കി നന്ദിയുള്ളവരായി മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് ഇടയാകണം. ദൈവവുമായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഒന്നുണ്ടാകട്ടെ ദൈവപൈതലേ. യെശയ്യാവ് 43:19 എന്തുവാ പറയുന്നത്? നിർജ്ജന പ്രദേശത്ത് നദികൾ, മരുഭൂമിയിൽ വെള്ളം, ഇത് രണ്ടും ദൈവം തരും. പലരും തങ്ങളുടെ വാക്കുകൾ കഴിഞ്ഞ വർഷം മാറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ നാളുകളിൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ വാക്കുമാറാത്തവനായി നമ്മെ ചേർത്ത് പിടിച്ച് നിർത്തിയത് നമ്മുടെ ദൈവം മാത്രമാണ് അല്ലേ? നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത്, റിന്യൂ ചെയ്ത്, ഒന്ന് അലൈൻ ചെയ്ത് പുതുക്കത്തോടെ ജീവിപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം, അവനോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ സ്ട്രെസ്ഡായി പോയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിച്ചിലുകൾ, ഇഴച്ചിലുകൾ ഒക്കെ വന്ന് കാണാം. കഴിഞ്ഞ വർഷത്തിലെ ചില സംഭവങ്ങളൊക്കെ കുഞ്ഞെ നിൻ്റെ ശക്തിയെ ചോർത്തി കളഞ്ഞിട്ടില്ലേ? നിന്നെ എക്സോസ്റ്റഡ് ആക്കിയിട്ടില്ലേ? പക്ഷേ അപ്പോഴെല്ലാം നിന്നെ വന്ന് കണ്ടതാരാ? ദൈവമല്ലേ. അവൻ്റെ കയ്യിൽ എന്തുമായിരുന്നു ഉണ്ടായിരുന്നത്?
ഫ്രഷ് മേഴ്സി അത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചു. നമ്മൾ ഒന്ന് പോസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ജേണിയിൽ കർത്താവിനെ നാം ഇൻവൈറ്റ് ചെയ്ത് കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഭാരങ്ങളൊക്കെ എടുത്ത് മാറ്റപ്പെട്ടവരായിട്ട് നമ്മുടെ ആത്മാവ് സമാധാനത്തിലൊന്ന് റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ആയിത്തീരണം. കർത്താവ് നമ്മോട് പറയുക, കുഞ്ഞെ, ഞാൻ നിന്നെ നയിക്കാമേ, ഞാൻ നിന്നെ റീസിറ്റ് ചെയ്യാമേ. ഈ വർഷത്തെ നിൻ്റെ സ്റ്റോറി ഞാനൊന്ന് എഴുതട്ടെ. യേശു കർത്താവ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ ശ്രോതാക്കളിൽ എത്ര പേരത് സമ്മതിക്കും? കർത്താവ് നമ്മുടെ സ്റ്റോറി ഒന്ന് എഴുതട്ടെ. അതുകൊണ്ട് ഇമോഷണലി, സ്പിരിച്വലി, മെൻ്റലി എല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. നമുക്കൊന്ന് സറണ്ടർ ചെയ്യാം. നമ്മുടെ പ്ലാൻസ്, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞെ, അതൊക്കെ ഒന്ന് സറണ്ടർ ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സറണ്ടർ ചെയ്യാം. എന്നാൽ ഭയങ്ങളും ചില അൺസർട്ടനിറ്റീസും കുഞ്ഞെ നിൻ്റെ പക്കലില്ലേ? അതും കൂടെ ഒന്ന് സറണ്ടർ ചെയ്യാമോ? നമ്മുടെ സ്പിരിറ്റിനെ ദൈവം റിഫ്രഷ് ചെയ്യും. ഹൃദയത്തെ അവൻ റീസെറ്റ് ചെയ്യും. നമ്മുടെ ഓരോ ചുവടുകളെയും അവൻ അലൈൻ ചെയ്യും. അതുകൊണ്ട് ഈ ജേണിയിൽ അനേക പുതിയ കാര്യങ്ങളിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ട് പോകും. പ്രൈസ് ഗോഡ്. സ്പിരിച്വൽ ഗ്രോത്ത് ഈ വർഷം ഉണ്ടായേ പറ്റൂ. ഇല്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പുഷ്ടി നശിച്ചു പോകുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാ ചിന്താകുലവും അവൻ്റെ മേലെ ഇട്. എന്നിട്ട് ഈ പുതിയ ഇയറിൽ ദൈവം നമുക്ക് ക്യാരി ചെയ്യാൻ തന്നിരിക്കുന്നത് അവന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില പ്ലാനുകളുടെ, പദ്ധതികളുടെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലേ? അതനുസരിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മമാരായ നമ്മൾ പലപ്പോഴും ക്യാരി ചെയ്യുന്നത് സൈലൻ്റായിട്ടുള്ള ലോഡായിരിക്കും. എന്നെ കേൾക്കുന്ന അമ്മമാരെ സമ്മതിക്കുമല്ലേ? വീടിൻ്റെ ഇമോഷണൽ വെയ്റ്റ് പലപ്പോഴും നമ്മളാണ് ക്യാരി ചെയ്യുന്നതല്ലേ? അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരിത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ചില അൺസ്പോക്കൺ വറീസ് ഇല്ലേ? പ്രിയ മാതാവേ, നീ വറിയടിക്കുന്ന ചില സംഗതികളില്ലേ? നിനക്കത് ആരോടും പറയാൻ പറ്റത്തില്ല. അൺസ്പോക്കൺ വറീസ്. അതുപോലെ പലപ്പോഴും നീ നിന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നു പോകുന്നുണ്ട് അല്ലേ? സെൽഫ് കെയർ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. നമ്മൾ നമ്മുടെ കാര്യം മാറ്റിവെക്കും അല്ലേ? ഈ വർഷം വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നാം അല്പമെങ്കിലുമൊക്കെ നമ്മുടെ ആരോഗ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? അതുപോലെ ഞാൻ പറയട്ടെ, അൺആൻസേർഡ് പ്രേയേഴ്സ് ദൈവമക്കളെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ? എന്നാൽ വിശ്വസിക്കുക, കർത്താവ് ഈ വർഷം അതിനൊക്കെ ഉത്തരം തരും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശുപ്പച്ചൻ എന്നാ നമ്മോട് പറയുന്നത്? ആ പ്രാർത്ഥനാ വിഷയം നീ എനിക്ക് താ. കഴിഞ്ഞ വർഷത്തെ ആ ഭാരമൊന്നും ഈ വർഷം നീ കൊണ്ട് നടക്കണ്ട. അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്നതൊന്നും തോൽവിയില്ല കേട്ടോ. അത് നമ്മുടെ ഒരു ബലഹീനതയല്ല. റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഗിവിങ് അപ്പ് ആണെന്ന് തോന്നരുത്, വിട്ടുകളയുമെന്ന് തോന്നരുത്. ഞാൻ പറയട്ടെ നിങ്ങളോട്, റിലീസിങ് ഈസ് സ്പിരിച്വൽ അലൈൻമെൻറ്റ്, റിലീസിങ് ഈസ് സ്ട്രെങ്ത്, റിലീസിങ് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടൊരു പുതിയ സീസണിലേക്ക് വളരെ ലൈറ്റായിട്ടൊന്ന് ട്രാവൽ ചെയ്യുവാൻ റെഡി ആയിക്കേ. പ്രൈസ് ഗോഡ്. ഇമോഷൻസും പ്രതീക്ഷകളും നിരാശകളും ഭാരങ്ങളും എല്ലാം റിലീസ് ചെയ്ത് കളാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭാരവും കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് നടന്നു. എന്നാൽ ഈ വർഷം കർത്താവേ, അതെല്ലാം ഞങ്ങൾ നിൻ്റെ പാദപീഠത്തിങ്കൽ വയ്ക്കുക. ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭാരത്തെ നീ ചുമക്കണമേ. എങ്ങനെ ഭാരമെന്നെ ജീവിപ്പാൻ കഴിയുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ.
പൂർണ്ണമായി ഞങ്ങൾ നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.